വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടുന്നവൻ സ്നേഹമതുല്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആരും ചിന്തയിലടങ്ങാ സിന്ധു സമാനവ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ദൈവനാമത്തിനും മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 28-ാം സങ്കീർത്തനം 4-ാം വാക്യം. അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. യഹോവയുടെ പ്രവൃത്തികളെ വിവേചിക്കാത്തതുകൊണ്ടും ദൈവമില്ലെന്നുള്ള മട്ടിൽ ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും അങ്ങനെയുള്ള ആളുകളെ പരസ്യമായി ശിക്ഷിച്ച് അവരുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം അവർക്ക് പ്രതിഫലം കൊടുത്ത് ദൈവത്തിൻ്റെ നീതി നടത്തി ദൈവം ലോകത്തെ നയിക്കണമേ എന്നാണ് സങ്കീർത്തകൻ്റെ അപേക്ഷ. ലോകത്തിൽ ദുഷ്പ്രവൃത്തി പെരുകുമ്പോൾ, ദുഷ്ടത വർദ്ധിക്കുമ്പോൾ നാമും ചിലപ്പോൾ സങ്കീർത്തനക്കാരനെ പോലെ പ്രാർത്ഥിച്ചു പോകാം. എന്നാൽ കാൽവരി ക്രൂശിൽ വെളിപ്പെട്ട പിതാവിൻ്റെ സ്നേഹം കണ്ട ഒരുവൻ പ്രാർത്ഥിക്കേണ്ടത് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യണമേ എന്നായിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞവൻ അവനിൽ വസിക്കുന്ന കർത്താവിൻ്റെ സൽപ്രേരണയാൽ അവനിലുള്ള പ്രതികാരേച്ഛ പരോപകാര തൽപരതയായി രൂപപ്പെടാം. പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ലോകത്തിൽ തിന്മയെ നന്മയാൽ തോൽപ്പിക്കുവാൻ ഇടയായിത്തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, തിന്മ പെരുകുന്ന ലോക സാഹചര്യങ്ങൾ നന്മയാൽ തിന്മയെ തോൽപ്പിക്കുവാനുള്ള സാധ്യതകളെ ഈ നാളിൽ ഒരുക്കി നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.